ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സീരീസ് റാങ്കഡ് മാച്ചാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്യാരക്ടർ കോഡയാണ്. ഈ കോഡ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ചാലഞ്ച് തന്നിട്ട് അത് ഞാൻ ജയിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഗിഫ്റ്റ് അയച്ചതാണ്. അപ്പോൾ ചാലഞ്ച് എന്ന് സീരീസ് കളിച്ചിട്ട് ഏസ് എടുക്കുകയെന്നാണ്. അത് ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അവൻ അയച്ചു തന്നെയാണ്. അപ്പോൾ സീരീസിൽ ഞാൻ ഇതാണ് എപ്പോഴും വെക്കുന്നത്. അപ്പോൾ കൂടെ കളിക്കാൻ എൻ്റെ അനിയനുണ്ട്. എൻ്റെ അനിയൻ സെക്കൻഡ് അക്കൗണ്ടിലാണ് എൻ്റെ അനിയൻ ഇപ്പോൾ കളിക്കുന്നത്. എൻ്റെ അനിയൻ്റെ റിയൽ അക്കൗണ്ട് വന്നില്ല. എന്താണെന്ന് പറഞ്ഞില്ല, അവൻ വന്നില്ല. അപ്പോഴാണെങ്കിൽ ഞാനെന്നാ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് റൗണ്ട് എടുത്തത് തന്നെ മറ്റേ WSP ആണ്. അപ്പോൾ WSP ഞാൻ എനിക്കൊരു 1 വില്ലെങ്കിലും എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പ്ലെയേഴ്സാണെന്ന് തോന്നുന്നത്. അപ്പുറത്ത് നല്ല പ്ലെയേഴ്സാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി പ്ലെയേഴ്സാണെന്ന് തോന്നുന്നു. നമുക്ക് ബുയ അടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ CS കളിക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മാപ്പ് കിട്ടിയിരിക്കുന്നത് പെർഗോട്രിയാണ്. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്ത മാപ്പാണ്. നോക്കിയപ്പോൾ 3 എനിമീസ് ഇവരുണ്ട്. ഒരിക്കൽ റഷ് കയറി വന്ന് അവിടുത്തെ അടിച്ച് ഒരു മൂന്ന് അങ്ങനെ അടിച്ച് നോക്കിയിട്ടു. പക്ഷേ അത് മറ്റേതാണ് വീട്ടിലിട്ടത്. ടീമിനുള്ള മറ്റവനെ അടിക്കാൻ പോയപ്പോൾ പുറകിൽ നിന്ന് അടിക്കുന്നു. അവൻ ഞാൻ ഫുൾ റേറ്റിംഗ് കൊടുത്ത് അവിടെ വെച്ചിട്ട് ഞാൻ ഫുൾ റേറ്റിംഗ് കൊടുത്ത് നോക്കാക്കി വെച്ചപ്പോൾ പിന്നെ അടിക്കാൻ പോയവനെ അടിച്ചപ്പോഴത്തേക്കാണ് സൈഡിൽ നിന്ന് വന്ന് ഒരു തന്നെ അടിച്ചത്. അപ്പോൾ സൈഡിൽ നിന്ന് അടിച്ചപ്പോൾ വിചാരിച്ച് കളി തോറ്റെന്ന്. പക്ഷെ എങ്ങനെയൊക്കെയോ രണ്ടാമത്തെ പ്ലെയർ നമ്മുടെ കളി എടുത്തേക്കുവാണ്. അപ്പോൾ 1-0 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ MVP നോക്കുവാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ്. 2 കില്ലൊക്കെ എടുത്തു, സന്തോഷം. പിന്നെ ഞാൻ M4A1 എടുത്തു. M4A1 കോഡ ഉണ്ടായതുകൊണ്ട് ഇതിപ്പോൾ എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്ത് കവർ ചെയ്ത് M4A1 വെച്ച് ലോങ് അടിക്കാമെന്ന് ഉള്ള ഒറ്റ മൈൻഡിലാണ് പോകുന്നത്. എന്താണെന്ന് പറഞ്ഞു ഇവിടെ ചത്തിട്ട് വരുമെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം തന്നെ ചത്തിട്ട് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ മറ്റേ കോഡ് ക്യാരക്ടർ ഇട്ടു. ഇവിടെ എനിമീസിനൊന്നും കാണാനില്ല. ഞാൻ തെറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ചുകൂടെ വെറുതെ ഉള്ള കോഡ് എടുത്ത് വേസ്റ്റൊക്കെ കളഞ്ഞു. വെറുതെ ഉള്ള കോട നേരത്തെ വെറുതെ ഉള്ള എബിലിറ്റി നേരത്തെ ഒരു വേസ്റ്റ് കളഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ നിൽക്കുന്നു. നോക്കുമ്പോൾ ഞാൻ അടിക്കുമ്പോഴാണ് കാണുന്നത് 2 പേരാണ്. അടിച്ചപ്പോഴാണ് കണ്ടത് 2 പേര് അവിടെ നിൽക്കുന്നു. അങ്ങനെ അവന്മാരെന്നെ അടിച്ച് കൂട്ടുറത്തില്ലെന്ന് നോക്കാക്കി ഇട്ടു. അപ്പോൾ പിന്നെ എൻ്റെ ടീമാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ കറങ്ങിപ്പോയി അവന്മാരെ അടിച്ചു. അപ്പോൾ നമ്മുടെ ടീമിൽ 2 പേരേ അല്ലേ ഉള്ളൂ. ഒരു മൂങ്കോങ്ക് താണ്ട വന്നു ഗൈസ്, എന്നെ ഫിനിഷ് ചെയ്യാൻ വന്നു. അവൻ ഫിനിഷ് തന്നെ ചെയ്തു. അപ്പോൾ അവൻ എന്നെ ഫിനിഷ് ചെയ്തു. ഒറ്റ ആളേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കളി എടുക്കും. ഈ കളി നമ്മൾ എടുക്കും. അപ്പോൾ അകത്തേക്ക് നമുക്ക് നമ്മുടെ കില്ല് എങ്ങനെ എടുത്തേന്ന് നോക്കാം. അതുകൊണ്ട് 2 എണ്ണോട് ചാടി അടിച്ചു. അതുകൊണ്ട് ഈ മൂങ്കോ അങ്ങനെ കില്ല് കിട്ടി. അപ്പോഴാണെങ്കിൽ നമ്മുടെ കളി വെക്കുവാണെങ്കിൽ നമ്മുടെ 3 പേരെ റിവൈവ് ചെയ്തു ഗൈസ്. നമ്മൾ 3 പേരെ റിവൈവ് ചെയ്തു. മണവാള എൻ്റെ അനിയൻ അടിക്കാൻ നോക്കി, അവർ നെറ്റ് പോയി. അവൻ അവിടെ ചത്തിട്ടുണ്ട്. 2-1 നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഗൈസ്. 2 പേരില്ലേ. അപ്പോൾ മൂങ്കോങ് അവിടെ വരുന്നു ഗൈസ്. അവിടെ വൂങ്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് അവൻ വന്നു. അവനെ അടിക്കാൻ നോക്കി 34 ഡാമേജ് 2 വട്ടം കൊടുത്തു. അവന് ചത്തു. പക്ഷെ ഇവനെങ്കിലും എടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എടുത്തില്ല ഗൈസ്. ഉള്ള പ്രതീക്ഷയും പോയി. എടുക്കുമെന്ന് വിചാരിച്ച കളി അവന്മാരെടുത്തു ഗൈസ്. ഒരു കളി അവന്മാരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമോട്ട് മറ്റേ ഏതൊരു ഇമോട്ട് ഇട്ടു ഗൈസ്. മറ്റേ പൈസ വിതറുന്ന ആ ഇമോട്ട്, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇമോട്ട് ഇട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗെയിം പ്ലേക്കകത്ത് ഇമോട്ട് ഒന്നും കാണുന്നില്ല. എന്താ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ എളുപ്പം ഇതായി പോകുന്നു. ഞാൻ എവിടേക്കോ നോക്കുന്നു. ഞാൻ ആ ഇമോട്ട് ഇതുവരെ കണ്ടത് പോലുമില്ല. കഴിഞ്ഞ 1v1 എനിക്ക് ആ ഇമോട്ട് കണ്ടില്ലായിരുന്നു. എന്തോ പറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ, ഞാൻ കണ്ടില്ല. ഞാൻ തിരിച്ച് ഇമോട്ടൊന്നും റാങ്ക്ഡ് മാച്ച് അങ്ങനെ ഇമോട്ടൊന്നും ഇടാറില്ല. ലോങ് വുൾഫിലൊക്കെ ഇമോട്ട് ഇടാറുള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ കോട ഇത് നന്നായിട്ട് വലിച്ചിട്ടുണ്ട്. കോട വന്നു. ഞാൻ കയറി വരുന്നവനെ കുറച്ച് ഡാമും കൊടുത്തു. എനിക്ക് ഡാം വന്നു. അവൻ സാൻഡിലായിരുന്നു ഗൈസ്.
എന്തായാലും അവൻ പോയേക്കോലെ അവനെ എന്താ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് പോയിന്റില്ല, അവനെ നോക്കി വെച്ചിട്ട് ബന്ധടിക്കാൻ എനിക്ക് മെഡടിച്ചു. അവൻ കയറി വന്നു, എക്സാമ്പിൾ വെച്ച് അവൻ കിട്ടി അങ്ങ് പിടിക്കും ബോളിലാണ്. അപ്പോൾ അവൻ്റെ നമുക്ക് തോംസൺ കിട്ടി. തോംസൻ്റെ കുറച്ച് ബുള്ളറ്റ് എടുത്ത് ഇനി വരുമെന്ന് വെച്ച് ഇങ്ങനെ നമ്മൾ മാറിയിരുന്നു. നമ്മുടെ ഒരു ടീമേറ്റ് 2 ടീമേറ്റ്സ് എൻ്റെ അനിയനെ ചത്തിട്ടുണ്ട്. അവൻ റിവൈവ് ആക്കാനൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഞാൻ വിചാരിച്ച് 2 പേരെല്ലാം നമുക്ക് അടിക്കാന്ന് വെച്ചു നേരെ കയറി പോയതാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. തോംസൺ വെച്ച് അടിക്കാൻ നോക്കി, പക്ഷെ അവൻ നല്ല ഫുൾ റെഡ് വന്നു പോയി. എനിക്ക് തോന്നുന്നത് ഫുൾ റെഡ് ആണോ അറിഞ്ഞുകൂടാ, നോക്കാം. എനിക്കധികം HP ഇല്ലായിരുന്നു. ഇവനാണ് നമ്മൾ ഇമോട്ട് ഇട്ടത്. നമുക്ക് എന്താ നമ്മളെങ്ങനെ കൊന്നേ നോക്കാം. അവൻ ഫുൾ റെഡാണ്, 150 ഡാം. എനിക്ക് ഹെൽത്ത് ഇല്ലായിരുന്നു, അധികം ഹെൽത്ത് ഇല്ലായിരുന്നു. അവൻ സിമ്പിളായിട്ട് ഹെഡ് അടിച്ച് ഡാം എടുത്തിട്ട് അവൻ എന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 കളി അവന്മാർ അടിച്ചിട്ടുണ്ട്, 1 കളി മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ഈ കളി ജയിക്കണം. ഒത്തിരിയും നേരത്തെ കഷ്ടപ്പാടിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ സെറ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിലും വീക്കിലി വീഡിയോ ഇടും ഗൈസ്. വീക്കിലി 2 ദിവസമൊക്കെ 2 അല്ലെങ്കിൽ 1 ദിവസമൊക്കെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നോക്കുമ്പോൾ കളിക്കത്ത് നോക്കുമ്പോൾ നമ്മൾ SKS മാക്ടനാണ് എടുത്തത്. ഞാൻ നോക്കുമ്പോൾ ഒരു അലോക്ക് അവിടെ നിൽക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് 2 പേരുണ്ടെന്ന്. ഞാൻ അടിക്കാൻ കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഗണ്ണ് മാറിപ്പോയി ഗൈസ്. എന്തൊരു കഷ്ടകാലമാണ് ഗൈസ്. ഗണ്ണ് മാറിപ്പോയി. ഏത് ഗണ്ണ മറ്റേ നമ്മുടെ USP എടുത്തടിച്ചു. പിന്നെ എൻ്റെ അനിയനെയും ആ എനിമി അലോക്ക് അടിച്ചിട്ടുണ്ട്. അലോക്കിൻ്റെ എനിമി അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അവസാനത്തെ ടീമിനെ അടിച്ച് അവർ 3 കളി എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു കളി പോയി, ഇനി അത് കളി കിട്ടത്തില്ലെന്ന്. നമ്മുടെ കോൺഫിഡൻസ് കളയാതെ നമ്മൾ ഇനി റഷ് ആവാന്ന് വെച്ചു. ഇനി എന്തായാലും കളി പോയി, ഒന്ന് റഷ് അടിക്കാമെന്ന് വെച്ചു. നേരെ നമ്മുടെ പൊട്ടാസ് ഗണ്ണും എടുത്തു. നമ്മുടെ SKS ആണെന്ന് തോന്നുന്നു, അല്ലേ? SKS അല്ല, M47 അല്ല, SKS ആണ്. SKS എടുത്തു, ബ്ലൂ വാളും എടുത്തു, മഷ്റൂം എടുത്തു. ഒറ്റ ഓട്ടമാണ്. എന്തായാലും ചേർത്ത് നമുക്കൊരു 5-6 കില്ലെങ്കിലും എടുത്ത് നമുക്ക് UW അടിക്കാന്ന് വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. എനിക്ക് കോഡ് നമുക്ക് ഇത്ര ഇടാന്ന് വെച്ചു. കയറിയിട്ട് കോഡ് ഇടാന്ന് വെച്ചു. ഇപ്പോൾ കയറി ചെയ്യാണ്ട് കോഡ് വർക്കായിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് കോഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അവിടെ ഹൈഡ് നിൽക്കുമ്പോൾ ഒട്ടും കയറി വരുന്നു. ഞാൻ പൊട്ടാസ് എന്ന ഒരു ഡാം കൊടുത്തു. പിന്നെ ഡാം കൊടുക്കാന്ന് വെച്ചാൽ അവൻ ബ്ലൂ ഇട്ടു. പിന്നെ ഒരു ഡാം കൊടുത്തു. പക്ഷെ അവൻ നന്നായിട്ട് നല്ല പ്ലെയറാണ്. അവൻ എന്നെ സോണയാന്ന് തോന്നുന്നു. അവൻ നല്ല HP എടുത്തു. അവൻ്റെ ടീമേറ്റ് എന്നെ അടിച്ചു. പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ MP40 വെച്ച് കുത്തി അങ്ങ് പിടിച്ച് നമ്മുടെ ടീമേറ്റിനെ അവൻ കില്ലെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടീമാണെങ്കിൽ MP40 വെച്ച് എൻ്റെ അനിയനാണെങ്കിൽ MP40 വെച്ച് കുത്തി പിടിച്ചെടുത്തിനെ കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാൻഡിനോ നേരത്തെ വന്ന സാൻഡിനോയെ നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞൊരു ടീമേറ്റിനെ കൊണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റ മൈൻഡിൽ പോയിട്ട് 2 റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ കളി പോവും. അപ്പോൾ ഞാൻ SKSും ആണ് എടുത്തിട്ടുള്ളത്. പിന്നൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ റഷ് ആവുന്നില്ലെന്ന് വെച്ചു. റഷ് കയറാണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് എനിമീസിനൊക്കെ സ്പോട്ട് ചെയ്ത് പോകാമെന്ന് വെച്ചു. പക്ഷെ ഇവിടെ കയറിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ഇങ്ങനെ എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കയറിപ്പോയപ്പോൾ എനിമിയുടെ ഫൂട്ട് നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്ത് കണ്ടു. എന്തായാലും അവനെ സപ്പോർട്ടായിട്ട് കയറിപ്പോകുന്ന SKS ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. പിന്നെയാണ് ഓർത്തത്. പിന്നെ നമ്മൾ കിങ്ഫിഷർ എടുത്തു. നോക്കിയപ്പോൾ 2 എനിമി കുറച്ച് ഡാം നമുക്ക് അലോക്കിന് കൊടുത്തു. പിന്നെ ഡാം കൊടുക്കാൻ നോക്കി, അത് പറ്റിയില്ല. പക്ഷെ അവൻ എനിക്ക് കുറച്ച് ഡാം വന്നു, അത്യാവശ്യം നല്ല ഡാം വന്നു. അതുകൊണ്ട് ഞാൻ നൈസിന് ഗ്ലൂ വാളൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് മെഡൊക്കെ അടിച്ചിട്ട് നമുക്ക് കയറാമെന്ന് വെച്ചു. ഞാൻ മെഡ് അടിച്ചില്ല ഗൈസ്, എന്തോ ഞാൻ മെഡ് അടിച്ചില്ല. എന്തായാലും ഇറങ്ങുമ്പോൾ കിങ്ഫിഷർ വെച്ച് കുത്തി പിടിക്കാൻ വെച്ചു. ഞാൻ പിന്നെ USP വെച്ച് അടിച്ചു. കഷ്ടകാലത്ത് USP വെച്ച് അടിച്ചു. പിന്നെ ഞാൻ നമ്മുടെ കട്ടാനയുടെ സ്കിൻ വെച്ച് അവന്മാരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂക്കോ അങ്ങനെ നമ്മുടെ ടീമേറ്റ് കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ 3 കളി നമ്മൾ എടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൈക്ക് എൻ്റെ റെക്കോർഡിങ് ഓഫായിപ്പോയി. 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ലാസ്റ്റ് റൗണ്ടാണ്. ഇതുകൊണ്ട് നമ്മൾ എടുത്ത് നമ്മുടെ കളി പോയി അടിക്കും. ഇത്ര നമ്മൾ എന്താണ് അവന്മാർ 3 റൗണ്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ഇത്രയും സോറി എന്തൊക്കെയാ പറയുന്നത്, ഇത്രയും റൗണ്ട് നമുക്ക് 2 റൗണ്ട് കൂടെ ജയിക്കാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ലാഗ് അടിച്ചിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ കോട ഇടുന്ന അത്രയ്ക്ക് ഇതല്ല, പക്ഷെ ഞാൻ പഠിക്കും ഗൈസ്. ഇങ്ങനെയല്ല ചെയ്യല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഒരു എനിമിയാണ് വന്നു, ഞാൻ കുറച്ച് ഡാം കൊടുത്തു, എൻ്റെ അനിയൻ ആക്കിൻ്റെ എടുത്തു ഗൈസ്. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു എനിമിയുണ്ട്, നമുക്ക് കയറി ചെന്ന് അടിക്കാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു കയറി ചെന്ന് അടിക്കേണ്ട, മറ്റേ ഫ്രീസിങ് ബോംബ് ഇടാന്ന് വെച്ചു. ഫ്രീസിങ് ബോംബ് ഇട്ടു, അവന് ഡാം കൊടുത്ത് ഫ്രീസിങ് ബോംബ് കയറുന്നുണ്ട്. ഞാൻ നല്ല ഡാം കൊടുത്തേനു, പക്ഷെ ആരോ എൻ്റെ കില്ലെടുത്തു. പിന്നെ ലാസ്റ്റ് ഒരു എനിമി കൂടെ ഉള്ളൂ, ഈ എനിമി കൂടെ നമ്മൾ ബുയി അടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.